ശക്തമായ മഴയിൽ തൃശൂർ ഹൈറോഡിൽ വ്യാപാര സ്ഥാപനം തകർന്നു. CC ബ്രദേഴ്സ് സ്റ്റേഷനറി ആൻഡ് ഹോൾസെയിൽ മെർച്ചൻസ് എന്ന സ്ഥാപനമാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. ഹൈറോഡിനകത്ത് ഇപ്പോൾ നമുക്ക് രണ്ടാഴ്ചയായിട്ട് നടക്കുന്ന ബിൽഡിങ്ങാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഇന്നലത്തെ മഴയിൽ ഇന്ന് പതിച്ച് കിടക്കുന്ന ഒരവസ്ഥ കാണാം. നമുക്കറിയാം ഇവിടെയുള്ള തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് എൻ്റെത്. ഇതിനകത്ത് 144 ബിൽഡിംഗ് ഓൾറെഡി നമ്മൾ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. പലരും ഇതുവരെ അതിനകത്ത് ഒരു നടപടി എടുത്തിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നതാണ്. അപകടമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. ഇന്നലെ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം അങ്ങാറ്റത്ത് മഞ്ച പണിയുന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് തന്നെ നമുക്കറിയാം അവിടെ ഇവിടെ ഇരുന്ന ഒരു കടയുടെ പേരെന്താ, കെയർ ബേക്കേഴ്സ്, ആ ബിൽഡിങ്ങിനകത്ത് വീണു. അപ്പോൾ ഞാൻ പറയുന്നത് ശക്തൻ തമ്പുരാൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴുക്കി ACP ഇട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിലുണ്ടാക്കി വെച്ചിരിക്കുക. വളരെ ദോഷമായ അന്തരീക്ഷമാണ് തൃശ്ശൂരിന് സംഭവിക്കാൻ പോകുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുകൊണ്ട് നമ്മളത് അടിയന്തരമായി തന്നെ ഇതിനെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിന് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ ബിൽഡിങ്ങുകൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മൾ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ എന്ന് എപ്പോഴും ജനങ്ങൾക്ക് റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി തുടങ്ങി. ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ സംഘടനകളോട് കൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം, സംഘടനകൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് പറയരുത്. ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല. കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം. ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി പൊളിച്ചു നിൽക്കാനുള്ള സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റൂ. അതിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ നടപടിക്രമം എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പൊടിക്കും. ഇതിപ്പോൾ തുറക്കാൻ സമ്മതിക്കുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ കെയർ ബേക്കേഴ്സിൻ്റെ അവിടെ എത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് പരിശോധന നടത്തുകയും വീണ്ടും പരിശോധന നടത്തി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഞങ്ങൾ അതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കെയർ ബിസ്ക്കറ്റ് കോടതിയിലാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുകൊണ്ട് കെയർ ബിസ്ക്കറ്റ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുക, മറ്റ് സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുക. അതുപോലെ തന്നെ ആ റിപ്പോർട്ട് പ്രകാരം പറയുന്ന ബിൽഡിങ്ങുകൾക്ക് അവർക്ക് അത് പറയാനേ പറ്റുള്ളൂ. പക്ഷേ സ്റ്റെബിലിറ്റി കൊടുക്കേണ്ടത് അതിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് ഒരാഴ്ചയിൽ 4-5 ബിൽഡിംഗ് വെച്ച് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താവുന്ന വ്യവസ്ഥ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്.